നമുക്കറിയാം വികാരങ്ങളെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് കോപം അതിൽ തന്നെ ഒരു തെറ്റായ വികാരം അല്ല. യേശുസാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ അനന്തമായ കൃപയാലും ദൈവാശ്രയത്വ ബോധത്താലും തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും. MSF സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുശേഷിപ്പാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് മുൻകോപിയായിരുന്നു, ഭയങ്കരമായ ദേഷ്യ സ്വഭാവമുള്ളവനായിരുന്നു. അച്ഛനായി മെത്രാനായിട്ടും ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മെത്രാനായിട്ടിരിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിൽ പുറത്തു വരണമെന്ന് അതിയായ ആഗ്രഹമെടുത്ത് ദൈവത്തോട് ആലോചന ചെയ്ത് ദൈവത്തിന്റെ കരങ്ങളിൽ ആ വികാരത്തെ കൊടുത്ത് 10-16 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഒടുവിൽ ശാന്തനായ വിശുദ്ധനായി സഭയിൽ നിന്ന് അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് മാറിയത്. കോപിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. കോപിക്കാം, എന്നാൽ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, പാപം ചെയ്യരുത്. അപ്പൊ പാപം ചെയ്യാതെ കോപിക്കാം, പാപം ചെയ്തും കോപിക്കാം. കോപം 2 തരത്തിലുണ്ടെന്ന് അപ്പൊ മനസ്സിലായി അല്ലെ? നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അങ്ങനെ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച് വളരെ ഗഹനമായി, വളരെ ആഴമായിട്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കോപിക്കാം. കോപം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വികാരമാണ്. പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ, തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സ്വർഗം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു വികാരമാണ് കോപം. ചുറ്റുപാട് തിന്മ കാണുമ്പോൾ, മറ്റുള്ളവരിൽ തിന്മ കാണുമ്പോൾ, ഒരു സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ദൈവം തന്നെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വികാരമാണ് കോപം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകന്മാർ കോപിച്ചു. ഈശോ പോലും കോപിച്ച സംഭവങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തില് ഈശോ കുപിതനായി അല്ലെങ്കിൽ ക്ഷുഭിതനായി ചുറ്റുപാട് നോക്കി, എന്നിട്ട് അവരുടെ ഹൃദയ കാഠിന്യത്തെ അവൻ അത്രയും അധികം അവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ഹൃദയ കാഠിന്യത്തിനെതിരെയാണ് ഈശോ കോപിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. യേശു ദേവാലയത്തിൽ കോപിച്ചിട്ട്, നമുക്കറിയാം അവിടെ ക്രയവിക്രയം നടത്തിയിരുന്ന, നാണയമാറ്റം നടത്തിയിരുന്ന, ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് ചേരാത്ത ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരെ കർത്താവ് അടിച്ചു പുറത്താക്കുന്നത്, അവർക്കെതിരെ കോപിക്കും നമുക്ക് കാണുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു കോപിക്കാം, വചനത്തിൽ പറഞ്ഞു കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. ചിലരൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ? കോപം അങ്ങോട്ട് വന്നു കഴിയുമ്പോ പിന്നെ ഒരു കൺട്രോളില്ല. കണ്ടിട്ടുണ്ടോ? ദേഷ്യപ്പെടുമ്പോ നീ എപ്പോഴും ചോദിക്കണം, നിന്റെ വൈകാരികതയുടെ, നിന്റെ ഇമോഷന്റെ മേലുള്ള നിയന്ത്രണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിന്റെ ഈ വികാരത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വികാരം മറ്റുള്ളവരെ മുറിപ്പെടുത്താത്ത രീതിയിൽ അത് ആ വൈകാരികത നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ കോപം എന്നൊരു വികാരം, അതിന്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വികാരത്തെ നമ്മൾ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി അതിൽ ഏതുദ്ദേശത്തോടു കൂടി ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നോ ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ വികാരത്തെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഭയങ്കരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. പൊട്ടിത്തെറിക്കാനും ദേഷ്യപ്പെടാനും അകാരണമായ സംസാരത്തിലേക്കും അമിതമായ വെറുപ്പിലേക്കും അത് മറ്റുള്ളവരെ ശാരീരികമായി പീഡിപ്പിക്കുന്നതിലേക്കും, എന്തിനേറെ കൊലപാതകത്തിലേക്ക് പോലും അമിതമായ ദേഷ്യം ഇന്ന് എത്തി നിൽക്കുന്നതായി നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ദേഷ്യപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ശരിക്കും നമുക്കൊരു കൃത്യമായ അറിവുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. രണ്ടാമത്തത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ശരിക്കും നമുക്ക് കോപിക്കാൻ ഒരു അവകാശമുണ്ടോ? മൂന്നാമത്തത്, ശരിക്കും നമ്മൾ കോപിക്കുന്നത് 2 രീതിയിൽ കോപിക്കാം. ഒന്ന് ക്രിയാത്മകമായിട്ട് എന്ന് പറഞ്ഞാല് അവരെ വളർത്താനുള്ള തരത്തിലുള്ള ഒരു കോപം ഉണ്ടാകാം. നന്നാക്കാനുള്ള കോപിക്കാം, അല്ലെങ്കിൽ അവരെ കോപത്തോട് തകർത്ത് കളയാം, സംഹാര രീതിയിലുള്ള ഒരു കോപത്തിലേക്ക് പോകും. അപ്പൊ നമ്മുടെ കോപങ്ങൾ എവിടെയാണ് പര്യവസാനിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കണം.